ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു 3 മുട്ട പുഴുങ്ങിയത് എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ ആ മുട്ട ഒന്ന് വരഞ്ഞിടണം. അതുപോലെ എല്ലാ മുട്ടയൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ എഗ്ഗ് അതിലേക്കിട്ട്, ഈ മസാല തേച്ച എഗ്ഗ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തേക്കുക. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും ഫ്രൈ ആയാൽ മതി. 1-2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് തൈരെടുത്ത് അതിലൊരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കോറിയാണ്ടർ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ വയ്ക്കുക. ഇതുപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 സബോള കുനുകുനായിട്ട് അരിഞ്ഞത്, അത് ബാക്കി ആ മുട്ട ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക്, ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വയ്ക്കാം. ഇതിൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം മറന്നുപോയി, അത് ഇപ്പോൾ ഇടുകയാണ്. ആദ്യം തന്നെ ആ എണ്ണയിൽ കുറച്ച് നല്ല ജീരകം ഒരു സ്പൂൺ ഇട്ടിട്ട് പൊട്ടിക്കണം. അത് പൊട്ടിച്ച ശേഷമാണ് സബോള ഇട്ട് കൊടുക്കേണ്ടത്. സബോള ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയും പിന്നെ ചതച്ചത്, പിന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഒരു 5 മിനിറ്റോളം ഇളക്കി വഴറ്റി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി മിക്സിയിൽ അരച്ചത് പേസ്റ്റാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച തൈരിൻ്റെ മസാലക്കൂട്ടില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വെറൈറ്റിയാണ്, നമ്മളൊന്നും ഉണ്ടാക്കുന്ന സ്റ്റൈലല്ല, വ്യത്യസ്തമായ സ്റ്റൈലിൽ നല്ലൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.